അസ്സലാമലൈക്കും, നമസ്കാരം. eatravelന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മുന്തിരി ജ്യൂസാണ്. സാധാരണ എല്ലാവരും മുന്തിരി ജ്യൂസ് ചെയ്യുന്ന പോലെ ഒരു ജ്യൂസാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം നമ്മളതിൽ വരുത്തുന്നുണ്ട്. ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതിട്ട് തിളപ്പിച്ച് വെക്കുകയാണ്. അത് തലേ ദിവസം നമ്മൾ തിളപ്പിച്ച് വെക്കുകയാണ്. അത് നമ്മൾ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു പാർട്ടി ചെറിയ രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബെസ്റ്റ് ഒരു ജ്യൂസാണ്. നമ്മൾ മുന്തിരി ഇന്നടിച്ച് നാളെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലേ മാറും, അതിന് പുളിപ്പ് വരും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം നന്നായി തിളപ്പിച്ചെടുത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം കാലത്തോ എപ്പോഴും, അതായത് ഒരു 5-6 മണിക്കൂർ മുന്നേ തിളപ്പിച്ച് വെച്ചാൽ മതി. കാരണം നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം. ജസ്റ്റ് അരിച്ചെടുത്തിട്ട് നമ്മളെ ഗസ്റ്റുകൾക്ക് കൊടുക്കാം. നല്ലൊരു റിസൾട്ടായിരിക്കും. പിന്നെ മുന്തിരി ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഗ്ലാമർ നിങ്ങളെല്ലാവരും കൂടും. അപ്പോൾ നല്ല കവളൊക്കെ നല്ല ചുവന്ന് തുടുത്ത് സെറ്റപ്പ് ആവാൻ മുന്തിരി ജ്യൂസ് ബെസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കൂടെ കൂട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൈവിടയില്ല എന്നുള്ള പ്രത്യാശയിൽ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കി വരാം. നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം, 1/2 കിലോ മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു, ഇതെല്ലാം ഒരു പാത്രത്തിലാക്കി ജസ്റ്റ് സ്റ്റൗവ് കത്തിച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു തിളച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നന്നായി തിളച്ച് വെന്ത് കിട്ടണതിന് നമുക്ക് നന്നായി വെന്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ പൾപ്പ് ശരിക്കും പുറത്തേക്ക് കിട്ടുള്ളൂ. അതുപോലെ പട്ടയും ഏലക്ക ഗ്രാമ്പും ഒക്കെ നല്ല വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതായത് അതിൻ്റെ കൂടെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് എന്തായാലും തിളക്കണം. 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് മാറ്റി വെച്ച് ഏകദേശം ഇപ്പോൾ അതിൻ്റെ പൾപ്പെല്ലാം അതിന്ന് തൊലി മാറി പൾപ്പ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൾപ്പ് ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നന്നായി പൾപ്പ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കിലോ, അതായത് 250 ഗ്രാം പഞ്ചസാര ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് ചേർക്കാം. അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ ജ്യൂസിൻ്റെ കൂടെ ചേർക്കണ്ട. അപ്പോൾ ജ്യൂസിൻ്റെ അടിച്ച് കഴിഞ്ഞ് നമ്മളത് അരിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കുന്നത്. കാരണം നമ്മൾ മുന്നേ ഒരു ചായ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ഈ പഞ്ചസാരയുടെ അളവ് കുറക്കാനായിട്ട് നമുക്കിത് അതായത് ജ്യൂസ് അടിച്ച് അതിൻ്റെ ചാറെടുത്തത് വീണ്ടും ഒരു പകുതി ചാറിലിട്ട് ഒരു 250 ഗ്രാം ഇട്ട് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. എന്നിട്ട് നമുക്ക് 2 ജ്യൂസും കൂടി ജസ്റ്റ് മിക്സ് ചെയ്ത് അത് അരിച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ, അതായത് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജ്യൂസാണിത്. കാരണം ഇത് ഇനിയിപ്പോൾ അതുവേ ബാലൻസ് വന്നാലും എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാലും അതിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. നല്ല തിക്നെസ്സാവും. കാരണം ശരിക്കും ഇതിൻ്റെ പൾപ്പെല്ലാം തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു തിക്നെസ് കിട്ടും. ഇനി തിക്നെസ് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നുള്ള അതിൻ്റെ ജ്യൂസ് ഒന്ന് തിക്നെസ് കുറക്കാനായിട്ട് നമ്മൾ ജ്യൂസ് അതിൻ്റെ ഊറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ശരിക്കൊരു സിറപ്പ് പോലെ കിട്ടും. അതെടുത്ത് വെച്ചാലും ബെസ്റ്റാണ്. അതല്ലെങ്കിൽ ജ്യൂസായിട്ട് നമുക്ക് ജ്യൂസ് പോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. കാരണം നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് കുറച്ച് കൊടുക്കണം. കാരണം വയറിന് പിടിക്കാതെ ലൂസ് മോഷനോ കാര്യങ്ങളോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളതിന് കുറ്റം പറയരുത്, കുറച്ചളവ് കുട്ടികൾക്ക് കൊടുത്താൽ മതി. വലിയ ആളുകൾക്ക് നന്നായിട്ട് കഴിക്കാം, ഒരു കംപ്ലൈൻറ്റും വരില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൗന്ദര്യവർദ്ധകം എന്നുള്ളത് ഞാൻ തമാശയിൽ പറഞ്ഞതല്ല. മുന്തിരിക്ക് അതിൻ്റെ നല്ല ഒരു കാര്യമുണ്ട് അതിൽ. അപ്പോൾ എന്തായാലും ഞാനിത് ജസ്റ്റ് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ജ്യൂസ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനത് കുടിച്ച് നോക്കുന്നത്. സൂപ്പറാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് ഒരു സൗന്ദര്യ വർദ്ധക വസ്തു കൂടിയാണ് മുന്തിരി ജ്യൂസ്. അപ്പോൾ
എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും